നമസ്കാരം. സർക്കാരുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക. തിരുവനന്തപുരത്തെ ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ സർക്കാരിന് തിരിച്ചടി. ഇഡിയെ മറയാക്കിയുള്ള വി.ഡി. സതീശൻ നീക്കത്തിനാണ് ഹൈക്കോടതിയിൽ കനത്ത തിരിച്ചടിയുണ്ടായത്. അരങ്ങേറിയത് സംഘടിത കുറ്റകൃത്യമെന്നായിരുന്നു DGP കോടതിയെ അറിയിച്ചത്. എന്നാൽ നടന്നത് സംഘടിത കുറ്റകൃത്യമെന്ന് പറയാനാകില്ല എന്ന് ഹൈക്കോടതി വിലയിരുത്തി. ആർക്കാണ് ഗുരുതര പരിക്കേറ്റത് എന്ന് ചോദിച്ച ഹൈക്കോടതി ചികിത്സാരേഖകൾ എവിടെയെന്നും ആരാഞ്ഞു. 9-ാം പ്രതി 27 ദിവസം കസ്റ്റഡിയിലായിരുന്നല്ലോ എന്നും ഈ പ്രതിക്കെതിരെയായ കേസ് എന്തെന്നും ഹൈക്കോടതി ചോദിച്ചു. ഒരു പ്രതി ആയുധം ഉപയോഗിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെ കണ്ടെത്താനാകുമെന്നും ഹൈക്കോടതി പറഞ്ഞു. 27 ദിവസം പ്രതി ജുഡീഷ്യൽ കസ്റ്റഡിയിലുണ്ടായിട്ടും എന്തു ചെയ്യുകയായിരുന്നുവെന്ന് സർക്കാരിനോട് ഹൈക്കോടതി ചോദിച്ചു. പ്രതിയുടെ വാദം കേൾക്കാതെ ജാമ്യം റദ്ദാക്കുന്നതിൽ തീരുമാനമെടുക്കാനാകില്ല എന്ന് കോടതി വ്യക്തമാക്കി. അതേസമയം 9-ാം പ്രതിക്ക് ഹൈക്കോടതി നോട്ടീസ് അയച്ചു. ഹർജി 2 ആഴ്ചക്കകം ശേഷം പരിഗണിക്കാൻ മാറ്റി. നേരത്തെ കേസിൽ നിലവിലെ ജില്ലാ ഗവൺമെന്റ് പ്ലീഡർ ഗീനാകുമാരിയെ സർക്കാർ പദവിയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡർ AR ഷാജിക്കാണ് പകരം ചുമതല നൽകിയത്. എന്നാൽ പ്രോസിക്യൂട്ടർ ഗീനാകുമാരിക്ക് ഹൈക്കോടതി നോട്ടീസ് അയച്ചിട്ടില്ല.